അതെ, ഇപ്പൊ വിളിച്ച സഞ്ജു ആണോ പെണ്ണോ? സഞ്ജയ് കൂടെ പഠിച്ചവനാ. അവന് വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടി വേണ്ടിട്ട് പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. കോളേജ് കഴിഞ്ഞിട്ട് 8 മാസമല്ലേ, ഇപ്പോഴും ചെക്കന്മാരെ നമ്പർ സേവ് ചെയ്ത് നടക്കുക? കോളേജ് കഴിഞ്ഞ് അതോടെ കഴിഞ്ഞു. അല്ലാതെ അവരെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ചാറ്റ് ചെയ്ത് ഫോൺ ചെയ്തിരിക്കല്ല. അതൊന്നും കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഞാൻ ആരോട് പറയാൻ? ഞാൻ കുടുംബത്തിൽ തന്നെയാണ് പറഞ്ഞത്. തനിക്കെന്തോ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നത്. ആദ്യം പോയിട്ടേ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ നോക്ക്. എന്തായാലും ഇപ്പോഴേ അറിഞ്ഞത് നന്നായി. സൈക്കോ പോടോ. ഗീതു, എന്താടി മോളെ, നീ ഇപ്പൊ 1/2 മണിക്കൂർ മുമ്പല്ലേ അവനെ കാണാൻ പോയത്? കണ്ടു കഴിഞ്ഞ് വൈകിട്ടല്ലേ ഇവിടെ എത്താ പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? അതൊന്നുമില്ലമ്മ, ഇത് ശരിയാവും തോന്നുന്നില്ല. എന്ത് ശരിയാവില്ലെന്ന്? എന്താടി പെണ്ണെ നീ എന്തൊക്കെയാ പറയണത്? വിനോദമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ എനിക്ക് പറ്റില്ല. ഇനിയിപ്പോൾ അയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലേ ജീവിതകാലം മുഴുവൻ ഒരു സൈക്കോന്റെ കൂടെ ഞാൻ കഴിയേണ്ടി വരും. സൈക്കോയാ? ഈ പെണ്ണെ മര്യാദയ്ക്ക് സംസാരിച്ചോ. അവൻ അത്രയും നല്ല പയ്യനാണ്. അല്ലെങ്കിലും ഏതെങ്കിലും പെണ്ണിന് വീട്ടുകാരനുസരിച്ചിട്ടേ കല്യാണം നടത്താൻ അറിയോ? അച്ഛൻ്റെ ലീവ് എപ്പോഴാണ് ആ സമയത്ത് മതി, ഒരു തിടുക്കൂല്ല എന്നൊക്കെ പറഞ്ഞതല്ലേ. അല്ലെങ്കിലും നീ എന്താണ് ഈ പറയണത്? അമ്മ പുറമേ നിങ്ങളുടെ സംസാരിക്കുമ്പോഴൊക്കെ നല്ല ക്യാരക്ടർ ആയിരിക്കുക, പക്ഷെ ഒന്ന് അടുത്ത് പെരുമാറുമ്പോഴല്ലേ യഥാർത്ഥ സ്വഭാവം മനസ്സിലായത്. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ നിനക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല, ഞങ്ങൾ വലിയ ടീമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ എടുത്തേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴല്ലേ അയാളുടെ സ്വഭാവം ശരിക്കും മനസ്സിലായത്. മോളെ, എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാലേ കുറച്ച് അധികാരം എടുത്ത് സംസാരിച്ചൊന്ന് വരും. അതിനാണോ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത്? ഇത് അധികാരമല്ല അമ്മ, ഭരിക്കാൻ നിൽക്കുക. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? എവിടെ പോയി, എന്തിനു പോയി, ആരുടെ സംസാരിച്ച് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, നീ ഇപ്പം ആരുടെ കൂടെ വന്ന്, അങ്ങനെ 100 ക്വസ്റ്റ്യൻസാണ് ചോദിക്കാൻ നിൽക്കുന്നത്. എനിക്ക് എൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. ഇയാൾ ഒരുമാതിരി